നമ്മുടെ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും റെയിൻബോ ഫാമിലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. അത് വേറൊന്നുമല്ല, ഹൈദരാബാദി ചിക്കൻ പക്കോര. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കഴുകിയതാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചതാണ്. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പും മുളക് പൊടി ആവശ്യത്തിന് ഇടുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂറായി കഴിഞ്ഞു നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാൻ ഗ്യാസിലേക്ക് വയ്ക്കുക. ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ദേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ വറുക്കാനെടുക്കാം. ദേ നമ്മുടെ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ പക്കോര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇടുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.